വന്ദനം. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 20ാമത്തെ ലെസണിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 19 ലെസണുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് രാത്രികാലം ഇത് ഹോസ്റ്റ് ചെയ്യുകയും പ്രൊസൈഡ് ചെയ്യുകയും ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ എസ്.ഐ. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കുടുംബമായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും അനേക നിലയിൽ ശുശ്രൂഷയിൽ പോയിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് എനിക്ക് നല്ല സാക്ഷ്യമാണ്. കുഞ്ഞുങ്ങൾ പിതാവിനോട് ചേർന്ന്, ഭാര്യ ഭർത്താവിനോട് ചേർന്ന് അവരൊന്നിച്ച് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം ഏറ്റവും സ്തുത്യർഹമാണ്. ദൈവം പ്രസാദിക്കട്ടെ. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് രാത്രികാലം വേദിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം പാട്ടുപാടിയ ഹരിപ്പാട്ടിൽ നിന്ന് നമ്മുടെ ലിജിയും നമ്മുടെ ഫെബിയാമോളും സുന്ദരമായ പാട്ടുകളാണ് പാടുന്നത്. നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന അതിമനോഹരമായ ഗാനങ്ങൾ കേട്ട് പാസ്റ്റർ പറഞ്ഞ പോലെ എനിക്കും അത് വലിയൊരു ആശ്വാസമായിരുന്നു, എനിക്കും അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രികാലം ബൈബിൾ വായനയെ സഹായിക്കുന്ന നമ്മുടെ സിസ്റ്റർ റോസമ്മ ബോംബെ, അതുപോലെ ഡോക്ടർ ഏഞ്ചൽ മോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ബൈബിൾ വായനയിൽ ശുഷ്കാന്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇതിന്റെ പുറകിൽ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന മകൻ ഡോണിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ എല്ലാ അത് പരിപാടികളും അറിയാവുന്ന ഒരു പ്രിയപ്പെട്ട വൈദ്യരാണ് പ്രിയ ഡോൺ. എനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ദൈവം പൈതലിനെ അനുഗ്രഹിക്കും. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17 മുതൽ ഉള്ള വാക്യം ഒന്ന് വായിക്കാം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നിലളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നിന്നാണ് 19 ലെസൺ ചിന്തിച്ചത്. 20ാമത്തെ ലെസണിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂരിൽ ഒരു പാസ്റ്ററുടെ മോള്, ഭാര്യയുടെ പേര് സോഫി എന്നാണ്, 1-ാം അധ്യായം മുഴുവൻ കാണാൻ പഠിച്ചു. എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു പൈതൽ. അപ്പം നമ്മളിത് പഠിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വചനം ആഴമായി പഠിക്കുവാൻ തക്കണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ സമർപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു. പലരും പല നിലയിലാണ് വെളിപ്പാട് പുസ്തകം പിതാക്കന്മാരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പഠനം വളരെ കറക്റ്റായിരുന്നു, എന്നാൽ അത് ഓടിച്ച് പെട്ടെന്ന് പഠിപ്പിക്കും. ചില ദിവസത്തെ ക്ലാസ്സുകളുണ്ട്. പക്ഷെ എൻ്റെ ക്ലാസ്സുകൾ കുറഞ്ഞത് 366 ലെസൺസ് ഉണ്ട്. അതുകൊണ്ട് ശാന്തമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് പ്രയോജനപ്പെടുത്തുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കും. എനിക്ക് 1-ാം അധ്യായം ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് തീർക്കാൻ തക്കൊണ്ട് കഴിയും. ആ നിലയിൽ പോയാൽ നമുക്ക് പഠിക്കാൻ തക്ക നോക്കത്തില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ യോഹന്നാൻ മരിച്ചവനെ പോലെ കാൽക്കൽ വീണു എന്നുള്ള വിഷയം. യേശു ക്രിസ്തുവിന്റെ 12 ദിവ്യവിശേഷതകളാണ് ഈ 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിച്ചത്. അതിലൊന്ന് നമ്മൾ വായിച്ചത് പഠിച്ചത് നിലയങ്കി ധരിച്ച്, 1 നിലയങ്കി ധരിച്ചിരിക്കുന്നു, 2 മാറത്ത് പൊൻകറ്റ് കെട്ടിയിരിക്കുന്നു, 3 തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഇരിക്കുന്നു, 4 അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, 5 കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടും സദൃശ്യം, 6 അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, 7 അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്, 8 വായിൽ മൂർച്ചയുള്ള ഇരുവായ്ത്തലുള്ള വാളുണ്ട്, 9 മുഖം സൂര്യനെ പോലെ ശോഭിക്കും. ഇനി നമുക്ക് 3 കൂട്ടം കാര്യങ്ങളാണ് അവിടെ ചിന്തിക്കാവുന്നത്. ഞാൻ ആദ്യനും അന്ത്യനും, 10ാമത്തെ വിഷയം. 11ാമത് എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. 12ാമത്തെ വാക്യം, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഈ 12 വിശേഷതയോടുകൂടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ ദർശിക്കുന്നത്. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മർക്കോസിന്റെ മാളികയിൽ വെച്ച്
യോഹന്നാൻ യേശുവിന്റെ മാറിൽ ചാരിയിരുന്ന് ആ സ്നേഹ മഹാസമുദ്രത്തിൽ നിന്ന് സ്നേഹം ആസ്വദിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ. അന്ന് താഴ്ചയുള്ള ശരീരമായിരുന്നു, മനുഷ്യ വേഷമെടുത്ത ശരീരമായിരുന്നു. നമ്മെപ്പോലെ തന്നെ കർത്താവിന് വിശക്കുമായിരുന്നു. നമ്മളെപ്പോലെ തന്നെ കർത്താവ് ക്ഷീണിക്കുമായിരുന്നു. നമ്മളെപ്പോലെ തന്നെ ഉറക്കമുള്ളവനായിരുന്നു കർത്താവ്. എന്നാൽ വിശ്രമമില്ലാതെ തന്റെ ശുശ്രൂഷ യേശു ചെയ്തുകൊണ്ടിരുന്നു. യേശു തടയിൽ കിടന്ന് ഉറങ്ങിയതായിട്ട് നമുക്ക് കാണും. അവൻ എവിടായിരുന്നു ആ സ്ഥാനത്തെല്ലാം രോഗികൾ കടന്നു വരുമായിരുന്നു. അപ്പൊ യേശു ക്രിസ്തു ക്ഷീണമുള്ളവനായിരുന്നു, താഴ്ചയുള്ള ശരീരമായിരുന്നു. അത് പാപം ഒഴികെ സകലത്തിനും പരീക്ഷിക്കപ്പെട്ടവനാണ്. പാപം മാത്രം തന്നെ തൊട്ടിട്ട് പാപം ഒഴികെ സകലത്തിനും പരീക്ഷിക്കപ്പെട്ടെന്നാണ് എബ്രായ ലേഖനത്തിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണുവാൻ തക്കൊന്ന് കഴിയുന്നത്. ഇവനത്ര മഹാൻ എന്ന് നോക്കുകയും എബ്രായ ലേഖനം തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിശ്വസ്തന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, സ്വീകരിച്ചു വരുന്ന അപ്പോസ്തലൻ മഹാപുരുഷനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും ഇവനത്ര മഹാൻ. 7-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇവൻ അത്ര മഹാനെന്ന് നോക്കുകയും 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുകയും നമ്മൾ യേശുവിന്റെ കൂടെ ഉള്ളതിനാൽ, യേശുവിനെ അനുഗമിക്കുന്നതിനാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ സമീപത്തേക്ക് കടന്നു വരുന്ന ആ നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ ഈ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവന്റെ കാൽക്കൽ വീണവരെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കാൻ ഇടയായി. അവന്റെ കാൽക്കൽ വീഴുന്നത് എത്ര അനുഗ്രഹമാണ്. ഇന്ന് നമ്മൾ യേശുവിന്റെ പാദപീഠത്തിലായിരിക്കുന്നത്. സ്വർഗ്ഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠമാണ്. ഈ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം അയാളത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഈ രാത്രികാലം കടന്നു വന്നിരിക്കുന്നത് എത്ര സന്തോഷമാണ്. അമേരിക്കയിൽ നിന്നും പാസ്റ്റർ ഒരു സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ PV മാത്യുവും ഈ ലൈനിൽ ഞാൻ കാണുവാൻ തക്കൊണ്ടിയായിട്ടുണ്ട്. അദ്ദേഹവും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം കുടുംബവും മിക്കവാറും എല്ലാ യോഗത്തിനും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ. കാരണം അവൻ പാദമെടുത്തിരിക്കുന്നത് മനോഹരമായതുകൊണ്ട്. ഇവിടെ വായിക്കുന്നു, അവന്റെ കാൽക്കൽ ഞാൻ വീണു. ഇനി അർത്ഥം എന്താണെന്ന് വായിച്ചത്? അവനെ കണ്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്ക് വീണു, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. നമ്മൾ ചിന്തിക്കാം, കാൽക്കൽ വീണെടുക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് കർത്താവ് അങ്ങ് പോവുകയല്ല. ആ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ഏകനായിട്ടാണ് ഇരിക്കുന്നത്. ആ ഏകനായിരിക്കുന്ന യോഹന്നാന്റെ അരിക്കലേക്കാണ് യേശു കടന്നു വന്നത്. ഭാവിയിൽ സംഭവിക്കാനുള്ള വിഷയങ്ങൾ യോഹന്നാനെ മനസ്സിലാക്കാനാണ് വന്നത്. പ്രായാധിക്യത്തിൽ ആണ്, സ്വാഭാവിക മരണമാണ്. താൻ മരിക്കുമ്പോൾ ഏകദേശം 106 വയസ്സുണ്ടായിരുന്നു എന്നാണ് വേദവിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് വൃദ്ധനായിരിക്കുന്ന അതേ യോഹന്നാൻ താൻ ഈ ദ്വീപിൽ ദൈവവചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തമാണ് കടന്നു വന്നത്. താൻ അവിടെ കിടക്കുമ്പോഴാണ് താൻ ആർക്കു വേണ്ടി പ്രവർത്തിച്ചോ, ആർക്കു വേണ്ടി സുവിശേഷം പറഞ്ഞുവോ, ആരെ ചൂണ്ടിക്കാണിച്ചോ, ആ സ്നേഹനിധിയായ കർത്താവ് തന്റെ അരികിലേക്ക് കടന്നു വരും. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ദൈവത്തിന്റെ പൈതലെ വിവിധ നിലകളിൽ ദുഃഖത്തോടും ഭാരത്തോടും നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മെ സഹായിക്കുന്ന മകനെ മകളെ എന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുന്ന ആ കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. നമ്മൾ ക്ഷീണിതരായി കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് മാറിപ്പോകുന്നതല്ല. ഇവിടെ വായിക്കുന്ന പത്മോസ് ദ്വീപിൽ ഏകനായി കിടക്കുന്ന യോഹന്നാന്റെ മേൽ യേശു തന്റെ കൈ വെച്ചു. കർത്താവ് എത്രയോ പ്രാവശ്യം മറ്റുള്ള പേരിൽ കൈ വെച്ചിട്ടുണ്ട്. യേശു തന്റെ കരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വാക്ക് സത്യം, അടിപ്പിണരുകളാൽ. എത്ര അടിയേറ്റതാണ്, അവന്റെ കൈ തുറക്കപ്പെട്ടതാണ്. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പത്രോസ് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. നമ്മുടെ കർത്താവ് കാൽവരിയിൽ മരിച്ചതിനാൽ നമ്മുടെ കൈകാലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടതിനാൽ ആ അടിപ്പിണരാൽ സൗഖ്യം തന്ന കർത്താവിനെ ഇന്ന് പൽക്കാലം നമുക്ക് ആരാധിക്കാം. യേശുവിന്റെ അരിക്കൽ കാൽക്കൽ വീണവരെ ഇതുപോലുള്ള അവസ്ഥയിലായിരുന്ന തൊട്ട ചില സംഭവങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യമായിട്ട് നമ്മൾ വായിക്കേണ്ടത് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യം വായിക്കും. അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്ന ഈ മഹാദർശനം കണ്ടു. എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എന്റെ മുഖശോഭ ക്ഷയിച്ചുപോയി, എനിക്ക് ഒട്ടും ബലമില്ലാതെയുമായി. എന്നാൽ ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ട്
അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിഞ്ഞു വീണു. എന്നാറെ ഒരു കൈ എന്നെ തൊട്ട് എന്നെ മുഴങ്കാലും ഉള്ളം കൈയും ഊന്നി വിറയലോട് നിൽക്കുമാറാക്കി. ഇതൊരു സംഭവം പഴയ നിമിത്തത്തിൽ നടന്നു. ദാനിയേൽ പ്രവാചകൻ ഇദ്ദേക്കൽ എന്ന് പറയുന്ന മഹാനദി തീരത്ത് താൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. തന്റെ കൂടെ പലരും പ്രാർത്ഥിക്കാൻ തക്കൊണ്ട് കടന്നു വന്നു. പ്രവാചകനായ ദാനിയേൽ യെരമ്യാ പ്രവചനം വായിച്ചപ്പോൾ 70 വർഷം കൊണ്ട് ബാബിലോണിലെ കഷ്ടത, അടിമകാലം തീരും എന്ന് താൻ മനസ്സിലാക്കി. യെരമ്യാ പ്രവചനത്തിന്റെ ഒരു വാക്യമാണ് തന്നെ ഗ്രഹിപ്പിച്ചത്. കാരണം ഇപ്പോൾ വന്നിട്ട് 68 വർഷമായി ബാബിലോണിൽ. 68 വർഷമായി, ഇനിയും 70 വർഷം കൊണ്ട് ഈ അടിമകാലം തീരും എന്ന് താൻ ഒരു വാക്യം കണ്ടുപിടിച്ചു. അപ്പൊ ഈ 2 വർഷം കൂടെ കഴിയുമ്പോൾ, 68 വർഷമായി ഇപ്പം വന്നിട്ട് 2 വർഷം കൂടെ കഴിയുമ്പോൾ ഈ ബാബിലോണിൽ തിരിച്ച് യെരുശലേമിലേക്ക് പോകാമെന്ന് ഞാൻ സന്തോഷിച്ച് ദാനിയേൽ ഇരിക്കുകയാണ്. അതിന്റെ മറുപടിയായിട്ട് താൻ 9-ാം അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതൻ തന്നോട് വന്ന് സംസാരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. 70 ആഴ്ചോട്ടത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. യെരമ്യാവ് പറഞ്ഞു 70 ആഴ്ചോട്ടം കഴിയുമ്പോൾ തീരും, ആ 70 വർഷം കഴിയുമ്പോൾ തീരും എന്ന് യെരമ്യാവ് പ്രവചിച്ചു. ആ പ്രവചനത്തിന് വെളിച്ചത്തിലാണ് താൻ പ്രാർത്ഥിച്ചത്. താൻ ഇപ്പോൾ ഈ ഗബ്രിയേൽ ദൂതനിൽ നിന്ന് മറുപടി ലഭിച്ചതിന് ശേഷവും 10-ാം അധ്യായത്തിൽ ഇദ്ദേക്കൽ എന്ന് പറയുന്ന മഹാനദീരത്ത് താൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. തന്റെ കൂടെ പലരും പ്രാർത്ഥിക്കാനും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥന 21 ദിവസം നീണ്ടുപോയി. കാരണം വെള്ളം പോലും കുടിക്കാതെ, സ്വാദു ഭോജനം ഒന്നും കഴിക്കാതെ ഉപവസിക്കുന്ന ഒരു ദാനിയേലിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തന്റെ പ്രാർത്ഥനയിൽ അതേ 1-ാം ദിവസം പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയില്ല, 2-ാം ദിവസം പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയില്ല, 21 ദിവസം ആ പ്രാർത്ഥന നീണ്ടുപോയി. 21-ാമത്തെ ദിവസമാണ് പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദാനിയേലിന്റെ അടുക്കൽ ഒരു പുരുഷൻ കടന്നു വന്നത്. നമ്മളവിടെ വായിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് അത് സ്പീഡിൽ പോകണം. 21-ാം ദിവസമാണ് വന്നത്. ആ വന്ന വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ, ആ വ്യക്തിയുടെ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ദാനിയേൽ ബോധം കെട്ട് നിലത്ത് വീണു. അവിടെയും പ്രവാചകൻ ബോധം കെട്ട് നിലത്ത് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒന്നേ കടന്നു വന്ന വ്യക്തി ദാനിയേലിനെ തൊട്ടു എന്നാ വായിക്കുന്നത്. ദാനിയേലിനെ തൊട്ടു. അത് ദൈവത്തിന്റെ ഒരു ദൂതനായിട്ട് നമുക്ക് കാണുവാൻ തക്കണം അവിടെ കഴിയും. പഴയ നിയമകാലത്ത് യഹോവ ദൂതനായി പ്രത്യക്ഷപ്പെട്ടുണ്ടെന്നുള്ളതും നമ്മൾ പഠിച്ച വിഷയമാണ്. ഇവിടെ ആ വന്ന വ്യക്തിയുടെ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ താൻ ബോധം കെട്ട്, ആ ശബ്ദമെല്ലാം കേട്ടപ്പോൾ ബോധം കെട്ട് നിലത്ത് വീണിരിക്കുന്ന ഒരു രംഗം കണ്ടുവന്ന വ്യക്തി ദാനിയേലിനെ തൊട്ടു. നമ്മൾ ഇതുപോലുള്ള അവസ്ഥയിൽ ക്ഷീണിക്കുമ്പോൾ നമ്മളെ തൊട്ട് ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് നമുക്ക് പഠിപ്പാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. ദാനിയേലിനെ എഴുന്നേൽപ്പിച്ച് നേരെ നിർത്തുവാൻ തക്കൊണ്ടയായി. കടന്നു വന്ന ദൂതൻ പറയുന്നത്, നീ പ്രാർത്ഥിച്ച ആദ്യ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. ആദ്യ ദിവസം തന്നെ. എന്നാൽ താഴ്ത്തു വായിക്കുമ്പോൾ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നെ തടഞ്ഞു നിർത്തി. ആരാണ് ഈ പാർസി രാജ്യത്തിന്റെ പ്രഭു? സാത്താനും കൊണ്ട്. സാത്താനെ ഈ ലോകത്തിന്റെ പ്രഭു എന്ന് വിളിച്ചിട്ടുണ്ട്, പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് വിളിച്ചിട്ടുണ്ട്, യവന ദേശത്തിന്റെ പ്രഭു എന്ന് വിളിച്ചിട്ടുണ്ട്. സാത്താൻ അതേ ഒരിക്കൽ കർത്താവ് ഭൂതത്തെ പുറത്താക്കിയപ്പോൾ യഹൂദന്മാർ വന്ന് പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവിനെ കൊണ്ട്, ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. കർത്താവ് കൊടുത്ത ഉത്തരം എന്തെന്നറിയാമോ? സാത്താനെ പുറത്താക്കുന്നെങ്കിൽ അവന്റെ രാജ്യം ഛിന്ന ഭിന്നമായി പോകുമല്ലോ. അപ്പൊ സാത്താൻ ഒരു രാജ്യമുണ്ടെന്ന് മനസ്സിലാക്കി. സാത്താൻ ഒരു രാജ്യമുണ്ട്. വലിയ പ്രവർത്തനം നടക്കുന്നത്. നമ്മൾ ട്രാക്ടർ വിതരണമൊക്കെ നടത്തുന്നു, പല സെക്ഷനായി തിരിച്ച് നടത്തുന്നു, കമ്മ്യൂണിറ്റികളിൽ അതേ പഞ്ചായത്തിൽ പോകുന്നു. സാത്താനും അതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മെയിൻ ആള് ലൂസിഫറാണ്. ലൂസിഫർ ഓരോ സ്ഥലത്ത് വലിയ വലിയ പിശാചുക്കളെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദേശത്ത്, ഹരിപ്പാട് ദേശത്ത് ഒരു പിശാചിനെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കുമ്പനാട്ട് ഒരു പിശാചിന്റെ നേതാവിനെ ആക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഏരിയയിലും പാപശാലയില് ഒരു വലിയ പിശാചിനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവന്റെ കീഴില് പഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ കുട്ടി പിശാചുക്കളെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടീമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പിശാച്. അതുകൊണ്ടാണ് വായിക്കുന്നത് എഫേസ്യ ലേഖനത്തിൽ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ. ആ വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന, ഈ ലോകത്തിന്റെ അധിപതി. നമുക്ക് ഇന്ത്യയില് ആ മിലിറ്ററി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, നേവി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ സാത്താനും അതേ ഇതുപോലുള്ള സേനകളും ഭയങ്കര പരിപാടിയാണ് സാത്താൻ നടത്തുന്നത്.
അത് ദൈവമക്കൾ മനസ്സിലാക്കണം കേട്ടോ. കൊണ്ട് ഒന്ന് കുരിശ് വരച്ചാൽ ഓടിപ്പോകുന്ന പിശാചുണ്ട്, ഭയങ്കര പേടിയാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരുത്തന്റെ ബോധത്തെ ഇറക്കി വിട്ടു. അവന് അവിടെ നിൽക്കാൻ നോക്കാതെ ഇറക്കി വിട്ടപ്പം തന്നിലും ബലമേറിയ ചില പിശാചുക്കളെ കൊണ്ട് ആ വീട്ടിലേക്ക് വന്നു. മനസ്സിലാക്കി. അപ്പൊ സാത്താന്റെ കൂടുതൽ ബലം ഏറിയ പിശാചുണ്ട്, ബലം കുറഞ്ഞ പിശാചുണ്ട്, കുട്ടി പിശാചുണ്ട്. എന്ന് പറയുമ്പോൾ ഓടിപ്പോകുന്ന പിശാചുണ്ട്. എന്നാൽ നമ്മുടെ എത്ര വർത്തനം കേട്ടാലും ഓടിപ്പോയാൽ അവിടെ നിൽക്കുന്ന പിശാച്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. ഞാനത് പഠിപ്പിക്കാം. നമ്മള് വെളിപ്പാട് 9 അധ്യായത്തിൽ കേൾക്കുമ്പോൾ സാത്താന്റെ ലോകത്തെ കുറിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മളത് പഠിക്കണം. അപ്പം സാത്താന് ഒരു രാജ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന വെളിപ്പാട് 12 അധ്യായത്തിൽ പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവനറിയാം അവന് അധികാരമില്ലെന്ന്. താമസിയാതെ അവൻ പിടിക്കപ്പെടുമെന്ന് അറിയാം. അവനെ പിടിച്ച് അവനെ കുറിച്ചുള്ള ഭാവി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സാത്താനെ കുറിച്ച് വെളിപ്പാട് 20 അധ്യായത്തിൽ 1000 മണ്ടയ്ക്ക് ചങ്ങലിട്ട് പൂട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ പിടിച്ച് പിന്നെ തീപ്പുഴയിലേക്ക് തള്ളിയിടും. ഇതൊക്കെ പഠിക്കാതിരിക്കാൻ വേണ്ടിയാണ് സാത്താൻ നമുക്ക് ഉറക്കം തരുന്നത്. കേറണ്ടെന്ന് പറയും, പറയും ഇറങ്ങിപ്പോളം പറയും. ഇങ്ങനെ അലസൽ ഉണ്ടാക്കുന്ന ഭയങ്കര പ്രവർത്തനം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മളിപ്പോ അരിപ്പാട്ടി അവിടുന്ന് കിജി പിശാചിനെ ഇങ്ങോട്ടാണ്, ഉടനെ പാഠശാലയിൽ നമ്മുടെ ഏഞ്ചിൽ അങ്ങോട്ടാണ്, ഉടനെ ബോംബെയിൽ നിന്ന് റോസറിന് അവിടെ നിന്നാണ്. എത്ര ആട്ടുകൊണ്ടാലും നാണമില്ലാത്ത ഒരു പിശാച് എന്ന് പറയുന്നത് ഈ പിശാച് മാത്രമേ. പിന്നെ ഇയാളെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, എത്ര പേരെ മത്സിക്കുന്നത്. അയ്യോ, ചില ബാത്റൂമിൽ കയറി പന്തളത്തെ ഒരു അച്ചാന്റെ ഭാര്യ ബാത്റൂമിൽ ചെന്നപ്പം അദ്ദേഹം ബാത്റൂം എല്ലാം ബ്ലോക്ക്, ഒറ്റ മത്സരം. ഇതൊന്നും ബാത്റൂം ബ്ലോക്കായി പോയെങ്കിൽ ആ ബ്ലോക്ക് മാറ്റാൻ തക്കൊണ്ട് കഴിയുന്ന പമ്പറെ വിളിച്ചാൽ നന്നാക്കാൻ വേണ്ടത് സാക്ഷി അപേക്ഷ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന താല്പര്യം, നമ്മൾ ആവശ്യമില്ലാതെ കയറി സാധാരണ സ്പർശിക്കുന്ന അനുഭവങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം കൂടെയുണ്ട്. ഇവിടെ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം തടഞ്ഞു. 21 ദിവസം. ഈ അമേരിക്കയ്ക്ക് ഒരു വലിയ പ്രഭുവിനെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന കൗണ്ടിയില് ഒരു പ്രഭുവിനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഞാൻ നിങ്ങളെ തട്ടുതട്ടാക്കി ഇത് പഠിപ്പിക്കാം കേട്ടോ. സാത്താനെ പുറത്താക്കുന്നെങ്കിൽ കർത്താവിനെ സാത്താനെ പുറത്താക്കുന്നെങ്കിൽ സാത്താന്റെ രാജ്യം ഛിന്ന ഭിന്നമായി പോകുന്നത് കർത്താവ് പറഞ്ഞത്. അപ്പൊ അവനൊരു രാജ്യമുണ്ട്. അവൻ ഈ ലോകത്തിന്റെ പ്രഭുവാണ്. സ്വർലോകങ്ങളിലെ ദുഷ്ടാന്ത സേന, ഉന്നത സ്ഥലങ്ങളിലെ ദുഷ്ടാന്ത സേന, അവന്റെ ആധിപത്യം ഈ ആകാശത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നില്ലേ എഫെസ്യർ 2 അധ്യായത്തിൽ, ആകാശത്തിന്റെ അധികാരത്തിനും അവൻ ആകാശത്തിന്റെ അധിപതിയാണ്, അതേസമയം ഈ ലോകത്തിന്റെ പ്രഭുവാണ്. അതുകൊണ്ടാണ് കർത്താവിനോട് പറഞ്ഞത്, എന്നെ വീണ് നമസ്കരിക്കാൻ ഇതെല്ലാം ഞാൻ നിനക്ക് തന്നേക്കാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്ന കാലത്ത് നമ്മളത് അറിവില്ലായിരിക്കരുത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിർമ്മതരായിരിക്കും, ഉണർന്നിരിക്കും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങരുന്നറിയാതെ ചുറ്റിത്തിരിഞ്ഞിറക്കുന്നു. അവന് ചുറ്റിത്തിരിഞ്ഞിറക്കാണ് ആരെയാ വിഴുങ്ങേണ്ടത്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിന്റെ സൂമിൽ അവനും കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്നാളൊരു അമ്മാമ്മ സൂമിൽ നിന്ന് പിശാചിനെ സ്പർശിക്കുന്ന പ്രശ്നം ഞാൻ കേട്ടോ. നെറ്റിനോട് പോരാടുന്ന അന്ധകാരത്തിന് ശക്തിയാണ്. അപ്പൊ ഈ സൂമിനകത്ത് അവനുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം. ആരെ എനിക്ക് പിടിക്കാൻ തക്ക നോക്കും, ആരാണ് നമുക്ക് അത് ഇന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, ആരാണ് ഉറക്കം വരുത്തേണ്ടത്, ഇതൊക്കെ ചിന്തിച്ചോടാണ് സാത്താൻ ഇരിക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ ജയിക്കണം. വെളിപ്പാട് ദിവസം പഠിക്കാൻ തക്ക നമ്മൾ ജയിക്കണം. ഓക്കെ, പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എനിക്ക് തടഞ്ഞു. എന്നാൽ പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായി മീഖായേൽ എന്നെ സഹായിക്കാൻ വന്നു. ദൂതന്മാരിൽ തന്നെ ശക്തി കൂടിയ ദൂതന്മാരുണ്ട്, ശക്തി കുറഞ്ഞ ദൂതന്മാരുമുണ്ട്. ഈ ദൂതന്മാരാണല്ലോ ഈ പിശാചുക്കളായി മാറിപ്പോയത്. അപ്പോൾ ഗബ്രിയേൽ ദൂതറിയിക്കുന്ന വ്യക്തിയാണ്. മീഖായേൽ സാത്താനുമായിട്ട് പടവെട്ടുന്നവനാണ്. സാത്താനുമായിട്ട് പടവെട്ടിയ കാര്യം മോശയുടെ ശരീരം സംബന്ധിച്ച് യൂദാ ലേഖനം 9 വാക്യത്തിൽ വായിക്കുന്നില്ലേ. എന്നാൽ പ്രധാന ദൂതനാകുന്ന മീഖായേൽ അവനോട് തർക്കിപ്പാൻ തുനിയാതെ, യൂദാ ലേഖനം 9 വാക്യം, അവനോട് സാത്താനോട് തർക്കിപ്പാൻ തുനിയാതെ, പിശാചിനോട് തർക്കിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ മനസ്സിക്കെടുത്ത് പറഞ്ഞു. ഒറ്റ മനസ്സിന് കൊടുത്തു, സാത്താനെടുത്തു. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, പിശാചിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കും, ഒരു കുറവാട് ഓർപ്പിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ പോരാടുന്നു. കാരണം നമ്മുടെ പ്രാർത്ഥന അവിടെ എത്താതിരിക്കത്തക്കണം ഈ അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്തുന്ന സാത്താന്റെ ശക്തികളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും. അത് മാത്രമേ നമ്മുടെ കർത്താവ് ഉപവസിക്കുമായിരുന്നു,
പ്രാർത്ഥിക്കുമായിരുന്നു, പതിവായി പ്രാർത്ഥിക്കുമായിരുന്നു, പതിവായി ഉപസിക്കുമായിരുന്നു. നമ്മൾ പ്രാർത്ഥനയിൽ പോരാടുന്നു. പ്രധാന ദൂതനാകുന്ന മീകായേൽ കടന്നു വന്ന് പാർസി രാജ്യത്തിന്റെ പ്രഭുവിനെ ആട്ടിപ്പായച്ചതിനു ശേഷമാണ് ദൂതൻ കടന്നു വന്ന് ദാനിയേലിന് മറുപടി അടിയായിത്തീർന്നത്. അതിനുവേണ്ടി കടന്നു വന്ന ആ യഹോവയുടെ ദൂതനായി പ്രത്യക്ഷപ്പെട്ട യഹോവ അത് ദാനിയേലിനെ തൊട്ടു ബലപ്പെടുത്തി. ഇനി രണ്ടാമത് മത്തായി സുവിശേഷം 8:3 വായിച്ചപ്പോൾ ആരെങ്കിലും അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ടോ, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ടോ, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി, അവൻ ശുദ്ധമായി. കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം കഴിഞ്ഞ് 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ മലയിൽ നിന്ന് ഇറങ്ങി വരിക. മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ തക്കൊണ്ട് കഴിയും. ദൈവത്തിന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ. 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പുരുഷാരത്തെ കണ്ട ഉടനെ അവൻ മലയുടെ മുകളിലേക്ക് കയറി. 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന ഉടനെ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചിട്ട് പറയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. ഒരു കുഷ്ഠരോഗി ആരും കയറി തുറത്തില്ല. ഞാൻ നാട്ടിലായിരുന്നപ്പോ ഒരു പാണ്ട് പിടിച്ച മൊത്തം പാണ്ടുള്ള ഒരു കൊല്ലനുണ്ട്. അദ്ദേഹം വളരെ പട്ടിണി കിടക്കുന്ന ഒരു വീട്ടിലെ പയ്യന്റെ അരിക്കല് അദ്ദേഹത്തിന്റെ കൈ പൂമ്പഴം പിടിച്ച് കൈ വെച്ചിരിക്കുകയാണ്. അത് പിഴിഞ്ഞെടുത്ത് ഈ കറിയാച്ചന്റെ കൊടുത്ത് പുള്ളി വാങ്ങിച്ചില്ല. കാരണം ഒരു കുഷ്ഠരോഗിയുടെ കൈ ഇന്ന് വാങ്ങിച്ച് കഴിക്കാൻ തക്കണം നമുക്ക് തോന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോ കുഷ്ഠരോഗികൾക്ക് അഭിചരിക്കാൻ വരാമായിരുന്നു, അനാഥർക്ക് കടന്നു വരാമായിരുന്നു, ചുങ്കക്കാർക്കും പാപികൾക്കും കടന്നു വരാമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ആ സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം കേട്ടോ. പ്രൈസലോ. യേശുവിനെ അനുഗമിച്ചവരാണ് വേശ്യ സ്ത്രീകൾ, പാപിനിയായ സ്ത്രീകൾ, അവർക്കൊക്കെ കർത്താവിന്റെ അടുക്കൽ വരാമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവേശുവിനുള്ള അതേ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഞാനും ആ നിലയിൽ ആയിത്തീരാൻ തക്കണം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ജനുവരി 5-ാം തീയതി എനിക്ക് 75 വയസ്സ് കഴിഞ്ഞാണ്. ഞാനും ഇന്നയോളം കർത്താവിന്റെ അതേ മനസ്സിലേക്ക് മാക്സിമം കടന്നു വരാൻ ഉത്സാഹിക്കുന്ന ആളാണ്. ക്രിസ്തു യേശുവിന്റെ അതേ പാപം തന്നെ നമുക്കുണ്ടായിരിക്കണം. ദരിദ്രരെ കാണുമ്പോൾ മനസ്സലിയ, പാപത്തവരെ കാണുമ്പോൾ മനസ്സലിയ, അതേ പാപങ്ങളോട് സുവിശേഷം അറിയിക്കുക. നാം ഇന്ന് പറഞ്ഞത് ധനവാന്മാരോടാണ് സുവിശേഷം അറിയിക്കുന്നത്. അത് എന്നാൽ കർത്താവിന്റെ ഒരിക്കൽ കൂടുതൽ വന്നുകൊണ്ടിരുന്നത് ചുങ്കക്കാരും പാപികളും വേശ്യാസ്ത്രീകളും അത് അനാഥരും കുഷ്ഠരോഗികളും ഇവരൊക്കെ വന്നോണ്ടിരുന്നത്, ഭ്രാന്തന്മാരും ഒക്കെ വന്നവരെല്ലാം കർത്താവ് സൗഖ്യമാണ്. ഇവിടെ വായിക്കുന്നത്, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. എന്നാൽ അവന്റെ ഉള്ളറിഞ്ഞു. ഉടനെ അവനെ തൊട്ടു. ആ കുഷ്ഠരോഗി ആ പവിത്രമേറിയ കൈകൊണ്ട്, പാപമില്ലാത്ത കൈകൊണ്ട്, നിഷ്കളങ്കമായ കൈകൊണ്ട് നമ്മുടെ കർത്താവ് ആ കുഷ്ഠരോഗിയെ തൊട്ടു. ഉടൻ തന്നെ അവന്റെ കുഷ്ഠം മാറി. ദൈവത്തിന് അടുത്തത് 17-ാം അധ്യായം മത്തായി 17:6 വായിച്ചു. അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. യേശു അവരെ തൊട്ടു. പത്രോസും യാക്കോബും യോഹന്നാനും താബോർ മലയുടെ മുകളിൽ മറുമലയിൽ കയറിയിരിക്കുകയാണ്. യേശു അവിടെ രൂപാന്തരപ്പെട്ടു. അതാണ് വായിക്കുന്നത്. യേശു രൂപാന്തരപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതേ യേശുവിന്റെ ആ രൂപാന്തരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. യേശുവിന്റെ ആ ശരീരത്തെ കുറിച്ച് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സകല സമ്പൂർണതയും ഉൾക്കൊണ്ട ഒരു ശരീരമായിരുന്നു യേശുവിന്റെ ശരീരം. എന്നാൽ ദേഹം എന്ന തെരശ്ശീലോണ്ട് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. യേശു ഈ ശിഷ്യന്മാരെ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അവന്റെ ശരീരത്തിന്റെ വലിപ്പമൊന്ന് കാണിക്കാൻ, അതൊരു ദേവാലയമാണ്, അതൊരു കെട്ടിടമാണ്. ശലോമോന്റെ ദേവാലയത്തെക്കാൾ വലിയൊരു ദേവാലയമാണത്. സെരുബാബേലിന്റെ ദേവാലയത്തെക്കാൾ വലിയ ദേവാലയമാണ്. അതേ ഹേരോദ രാജാവിന്റെ ദേവാലയത്തെക്കാൾ വലിയ ഒരു മന്ദിരമാണ് കർത്താവിന്റെ ശരീരം. അത് ദേഹം എന്ന തിരശ്ശീലോണ്ട് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അവന്റെ മഹത്വം ഒന്ന് കാണിക്കാൻ തക്കണം ആ ദേഹം എന്ന തിരശ്ശീലിന്റെ ഭാഗം അല്പെടുത്തുനിന്ന് മാറ്റിയപ്പോൾ ഭൂമിയിൽ ഒരാൾക്കാരനെ കൊണ്ടുപോലും വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം വെണ്ണയായി തീർന്നു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അതേ പത്രോസ് പറഞ്ഞു,
ആ ഞങ്ങൾ 3 പൊടിയുണ്ടാക്കാം, ഒന്ന് നിനക്കും ഏലിയാവിനും മോശയ്ക്കും. ഏലിയാവും മോശ അവിടെ വന്നിട്ടുണ്ട്. അവന്റെ മുമ്പിൽ ഇവന്റെ രൂപം കണ്ടപ്പോൾ അവർ ബോധം കെട്ട് നിലത്ത് വീണു. കർത്താവ് ചെന്ന് തൊട്ടു, അവരെ എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അവന്റെ മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം ഈ മഹത്വ ശരീരമുള്ള അതേ അവന്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് നേരെ നിൽക്കാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. യേശു അവർ ബോധം കെട്ട് നിലത്ത് വീണു. ഉടനെ യേശു എതിരെയാമോ, നിങ്ങൾ അവിടെ കിടന്നോ, ഞാൻ താഴത്ത് പോകാന്ന് പറഞ്ഞ് പോവല്ലായിരുന്നു. അതാണ് വേറെ ആൾക്കാരുണ്ട്, എനിക്ക് സമയമെന്ന് പറഞ്ഞ് പോവല്ലായിരുന്നു. യേശു അവരെ തൊട്ടു. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ നിന്നെ തൊട്ട് നിന്നെ നേരെ നിർത്തുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. പത്രോസ് പറഞ്ഞ 3 കുട്ടികളുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും. അന്നേരം ഏലിയാവും മോശ സ്ഥലം വിട്ടു. കാരണം അവരുടെ ഒപ്പം നിർത്താനാണ് പത്രോസ് ആഗ്രഹിച്ചത്. എന്നിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, ഇവനാണ് എന്റെ പ്രിയപുത്രൻ, ഇവനാണ് ചെവി കൊടുക്കേണ്ടത്. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടതേ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിലും കർത്താവിന്റെ വചനമാകിയാൽ കർത്താവിന്റെ കേൾക്കാനുള്ള താല്പര്യത്തോടായിരിക്കണം നമ്മുടെ ജീവിതമായിരിക്കേണ്ടത്. യേശു തൊട്ടു. നിങ്ങൾ നോക്കുക, യേശു എപ്പോ സംസാരിച്ചാൽ എത്ര ഉപമകളാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബൈബിൾ സ്കൂളിന്റെ വിഷയം പാസ്റ്റർ ചെയ്സ് എബ്രഹാം എടുത്തത് ഉപമകളായിരുന്നു. കേട്ട് രോമാഞ്ചം കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ആ ഉപമകൾ പറഞ്ഞ് എന്നാൽ കർത്താവിന് എന്തുകൊണ്ട് ഡയറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടാ? ഓരോ ഉപമകളും പറഞ്ഞാണ് കർത്താവ് കാര്യങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ചും മറ്റും തെളിയിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എത്ര ഉപമകളുണ്ട്. കർത്താവ് നേരെ കാര്യം പറയാൻ പറ്റുന്നോ? കർത്താവ് പറഞ്ഞ ഉപമകളെല്ലാം നമ്മൾ വ്യാഖ്യാനിച്ച് പഠിക്കേണ്ടതാണ്. യേശു പത്രോസിനെ യാക്കോബിനെ തൊട്ടപ്പോൾ അവർ ബലപ്പെട്ടു, അവരുടെ ഭയം മാറി. ലൂക്കോസ് 7:13-14 വായിച്ചോട്ടെ. ആദ്യം 13 വായിച്ചു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരായ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് അവൻ പറഞ്ഞു. അമ്മയ്ക്ക് ഏകജാതനായ മകന്, നയിനിലെ വിധവയുടെ മകനാണ്. ഏകജാതനായ മകൻ കർത്താവ് പട്ടണത്തോട് സമീപിച്ചപ്പോൾ ഇതാ ഒരു ശവമഞ്ചം വരികയാണ്. യേശു അടുത്തിരുന്നു. ആ വിധവ കിടന്ന് കരയുകയാണ്. നയിനെ കുറിച്ച് മറ്റു ഭാഗങ്ങളിലൊന്നും കാണാൻ പറ്റുന്ന കഴിയുന്നില്ല. നയിൻ ഉള്ള വാക്കിന്റെ അർത്ഥം സൗന്ദര്യം എന്നാണ്. ഈ സൗന്ദര്യമായിട്ട് പേരൊക്കെ ഉണ്ട്. ഒരു ചെറിയ പട്ടണമാണ്, അവിടെയും മരണം നടക്കുന്നു. എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, എത്ര മാഹാന്യമുണ്ടെങ്കിലും, എത്ര മാനവത്വമുണ്ടെങ്കിലും എവിടെയും മരണമുണ്ട്. നോക്കണമേ, സൗന്ദര്യം എന്ന പേര് അർത്ഥമുള്ള നയിനിൽ ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, അവിടെയും മരണം നടന്നപ്പോൾ വിലപിക്കുന്ന ഒരു വിധവയാണ് കാണുവാൻ കഴിയുന്നത്. ശവമഞ്ചം ചുമന്നുകൊണ്ട് വരികയാണ്. ഈ വിധവയോട് എല്ലാവർക്കും അതേ സങ്കടമുണ്ട്. കാരണം ഈ മകനാണ് ഇനി വിധവയെ നോക്കേണ്ടത്. കർത്താവ് അങ്ങോട്ട് അടുത്ത് ചെന്നപ്പോൾ ഈ വിധവയെ അറിയുന്നത് കണ്ടു. കർത്താവ് പറയുന്ന വാചകം എന്താണെന്ന് അറിയാമോ? കരയണ്ട. ബൈബിളിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കർത്താവ് കരയണ്ട. അത് കർത്താവിന്റെ ഒരു പദമായിരുന്നു, കർത്താവിന്റെ ഒരു ശബ്ദമായിരുന്നു. ഇന്ന് രാത്രികാലവും ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കും ദൈവത്തിന്റെ പൈതലെ ദൈവത്തിന് പറയാനുള്ളത് കരയണ്ട എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദുഃഖിതരായിരിക്കാം, കരയണ്ട എന്നുള്ള ഇമ്പമേറിയ ശബ്ദത്തിന് മുമ്പിൽ നമുക്ക് നമ്മുടെ കാതുകളെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. യേശു 3 പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. അതുപോലെ തന്നെ പള്ളിപ്രമാണിയായ ആയറോസിന്റെ ഒരു മകളെ ഉയർപ്പിച്ചു. ഈ നയിലിലെ വിധവയുടെ മകനെ, ഒറ്റ മകനെ, അവനെയും ഉയർപ്പിച്ചു. മഞ്ചം തൊട്ടെന്നാ വായിക്കുന്നത്. അവൻ മഞ്ചം തൊട്ടു. ബാല്യക്കാരാ എഴുന്നേക്കാൻ പറഞ്ഞു. ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദം. അവന്റെ ശബ്ദം കേട്ട ഉടനെ ബാല്യക്കാരൻ എഴുന്നേറ്റു. ഒരു വാക്യം കൂടെ, ആമോസ് 9:5. കർത്താവ് ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു, അതിൽ പാർക്കുന്നവർ ഒക്കെയും വിലപിക്കും. അത് മുഴുവനും നീല നദി പോലെ പൊങ്ങുകയും മിസ്രൈമിലെ നദി പോലെ താഴുകയും ചെയ്യും. ആമോസ് 9:5 വാക്യത്തിൽ അവൻ ദേശം തൊടുമ്പോൾ ഉരുകിപ്പോകുന്നു, അവൻ പർവ്വതത്തെ തൊടുമ്പോൾ ഉരുകിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പർവ്വത ശ്രമമാകുന്ന പ്രശ്നങ്ങൾ കടന്നു വരും, വേദനകൾ കടന്നു വരുമ്പോൾ കർത്താവിന്റെ കരം തൊടുവാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, ഞാൻ നിന്നെ സമഭൂമിയാക്കി മാറ്റും. അവൻ ദേശത്തെ തൊടുന്നു, അവൻ പർവ്വതത്തെ തൊടുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവർ പർവ്വത ശ്രമമാകുന്ന പ്രശ്നങ്ങളാൽ വലയെന്ന് പ്രിയപ്പെടുന്നുണ്ട്. എന്നാൽ നിന്നെ തൊട്ട് ബലപ്പെടുത്തുവാൻ കഴിവുള്ള സർവശക്തനായ കർത്താവ് ഇന്ന് രാത്രി കാലം നമ്മളോട് കൂടെ ഉള്ളതിനാൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ നോക്കണമേ, അവന്റെ കാൽക്കൽ വീണു. അടുത്തത്, അവൻ നമ്മളെ തൊടുന്നു. ദൈവത്തിന്റെ സ്വതം മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. വലങ്കൈ
കർത്താവിന്റെ വലങ്കയെ കുറിച്ച് പലയിടത്തും പറയുന്നുണ്ട്. വലങ്കൈ നമ്മുടെ മേൽ വെക്കുക. വലങ്കൈക്ക് പ്രാധാന്യമുണ്ട്. കർത്താവിന്റെ കരങ്ങളെല്ലാം ഒരുപോലെ ആണെങ്കിലും വലങ്കൈക്ക് ഒരു പ്രാധാന്യമുണ്ട്. ആസാഫ് പറഞ്ഞു, നീ എന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. 20-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, അവന്റെ രക്ഷാകരമായ വലങ്കൈ ദൈവത്തിൽ പറയുന്നു, അവന്റെ വലങ്കൈ കൊണ്ട് എന്നെ പിടിച്ച് ഉയർത്തും. 20-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, പ്രൈസലോ, പത്രോസ് വെള്ളത്തിൽ താണുപോകാൻ തുടങ്ങിയപ്പോൾ കൈ നീട്ടിയെന്ന് വായിക്കുന്നു. അവന്റെ വലങ്കരം നമ്മളെ ബലപ്പെടുത്തുന്ന കരമാണ്. വലങ്കരത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് ദൈവത്തിന്റെ വചനത്തിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു എന്ന് പറഞ്ഞിട്ട്, അതേ ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകും. ഇവിടെ വായിക്കുന്നു, ഞാൻ ആദ്യൻ, ഞാൻ അന്ത്യൻ. കേട്ടോ, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ച് പറഞ്ഞ വാചകമാണ് ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ സ്വന്തം ഭയപ്പെടേണ്ട. കർത്താവ് ഉപയോഗിച്ച പാദമാണ് ഭയപ്പെടേണ്ട. ഈ ലോകത്തിൽ കർത്താവായിരുന്നപ്പോ 2 പ്രത്യേക പദങ്ങൾ ഉപയോഗിച്ചു. ഇതൊക്കെ ബൈബിൾ സ്കൂളിൽ നിന്നുള്ള അതേ നമ്മൾ പഠനമാണ്. ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് പ്രധാനമായി ഉപയോഗിച്ചിരുന്ന 2 പദങ്ങളാണ്. ഒന്ന്, എന്നെ അനുഗമിക്കാം, പരീക്ഷയ്ക്ക് വരുന്ന കേട്ടോ. രണ്ടാമത്, ഭയപ്പെടേണ്ട. എന്നെ അനുഗമിക്കാം. കർത്താവ് മത്തായി കണ്ട പറഞ്ഞു, ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നെ അനുഗമിക്കാം. ഒന്നിനെ മത്തായി അത് ഇട്ട ഒരു ജോലിയല്ലേ, അത് ഇട്ട ചോറിനെ കർത്താവിനെ അനുഗമിച്ചില്ലേ? നീ പിടിച്ചോണ്ടവർ പറഞ്ഞു എന്നെ അനുഗമിക്കാം. ഉടൻ തന്നെ മലയും പടവും വിട്ട് അവനെ അനുഗമിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് എന്നെ അനുഗമിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കേട്ടോ, നിങ്ങൾ എന്നെ അനുഗമിക്ക്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവിന്റെ വിളി ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവരല്ല എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 എന്നുള്ള വാക്യാണ് ഞാൻ പറഞ്ഞത്. മറ്റു അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എന്നുള്ളത് മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എന്റെ അടുക്കലാണ്. കർത്താവിന്റെ വിളി 50-ാം സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ അവൻ ഭൂമിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. യേശു പറയുന്നു, എന്നെ അനുഗമിക്കാം. രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഭയപ്പെടേണ്ട. ബൈബിളിൽ കാണുന്ന ഒരു പദമാണ് ഭയപ്പെടേണ്ട. 366 പ്രാവശ്യം ഈ ബൈബിളിൽ ഭയപ്പെടേണ്ട എന്നുള്ള പദമുണ്ട്. ഓരോ ദിവസവും നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ കേൾക്കേണ്ട ശബ്ദം, മകളെ ഭയപ്പെടേണ്ട. അത് നമ്മൾ വചനത്തിൽ കൂടെ കേൾക്കണം. ഓരോ ദിവസവും നമ്മൾ ഉണരുമ്പോൾ കേൾക്കുന്ന ശബ്ദം ഭയപ്പെടേണ്ട. 366. എന്താ 365 ആക്കാനത്? ചില വർഷത്തിന് 366 ദിവസം കണ്ടോ, ചില ഫെബ്രുവരി മാസത്തിന് 21 ദിവസം. അപ്പൊ നോക്കണമേ, ആ 366 വരുന്ന ആ വർഷത്തേക്കും ഒരു പദം വെച്ചിട്ടുണ്ട്. കേട്ടോ അയച്ചില്ലേ? ഭയപ്പെടേണ്ട എന്ന്. കേട്ടോ റോസ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. യേശു ക്രിസ്തുവെ ഭയപ്പെടേണ്ട. കർത്താവായ യേശു ക്രിസ്തു എത്രയോ പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. നമുക്ക് ആ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആ മത്തായി 17:7 വായിച്ചേ. നമുക്ക് വായിച്ചതാ മത്തായി. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഇത് മറുമേളയെ പറഞ്ഞാണ് ഭയപ്പെടേണ്ട. 14-ാമത്തെ 27-ാമത്തെ വാക്യം വായിച്ചേ. മത്തായി 14:27. പേടിക്കണ്ട എന്ന് പറഞ്ഞു. എന്തോ? മത്തായി 14:27. എല്ലാം കേട്ടില്ല മക്കളെ, പറഞ്ഞേ. എന്ന് പറഞ്ഞു. നെറ്റ് ശരിയായില്ലോ, വായിച്ചേ, വ്യക്തമായിട്ട് കേട്ടില്ല. പേടിക്കണ്ട എന്ന് പറഞ്ഞു. പേടിക്കണ്ട എന്ന് പറഞ്ഞു. എടാ, ഈ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. അവന് പോയപ്പോൾ വലിയ കൊടുങ്കാറ്റും അതേ ഭയങ്കര വിഷമങ്ങൾ അവിടെ ഉണ്ടായി. കർത്താവ് പടകിൽ ചെന്നിട്ട് പറഞ്ഞ വാചകമാണ് ഭയപ്പെടേണ്ട, ഞാൻ പേടിക്കേണ്ട, പരിഭ്രമിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മകനെ, മകളെ ഭയപ്പെടേണ്ട. യെശയ്യാ 4-ാം അധ്യായം 4-ാം വാക്യം.
എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, കാണുന്ന പദമാണ്. സിയോനിൽ മിഞ്ചിയിരിക്കുന്നതും യെരൂശലേമിൽ ശേഷിച്ചിരിക്കുന്നവൻ ഇങ്ങനെ: യെരൂശലേമിൽ ജീവന്റെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. 44 6 വാക്യം വായിച്ചു. 44 കേട്ടോ, 44 വായിച്ചു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നമ്മളിവിടെ ഈ ഭാഗങ്ങൾ യെശയ്യാവിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഭയപ്പെടേണ്ട എന്നുള്ളത്. ഞാൻ പറഞ്ഞ വാക്യങ്ങള് തെറ്റിപ്പോയി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അടുത്തായിട്ട് നമ്മളിവിടെ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. ആ വാക്യം നമ്മുടെ ഈ യേശുക്രിസ്തുവിന്റെ ദിവ്യ വിശേഷത്തിൽപ്പെട്ട 10ാമത്തെ വിഷയമാണ് ആദ്യനും അന്ത്യനും. നമുക്ക് അവിടെ അല്പസമയം നിൽക്കാം. 10ാമത്തെ വിഷയം ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. യേശു ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത്തവനും ഞാൻ ഒടുക്കത്തവനുമാകും. ഞാനല്ലാതെ വേറെ ദൈവമില്ല. ആദ്യൻ എന്ന് പറഞ്ഞാൽ സകലത്തിന്റെയും ആദ്യൻ. നമ്മൾ വായിക്കുന്നില്ല, യേശുവിനെ കുറിച്ച് തന്നെ പറയുന്നില്ലേ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇവിടെ യേശു പറയുന്ന വാചകമാണ് ഞാൻ ആദിയും അന്തനുമാകുന്നു. നമ്മൾ യേശുവിനെ കാണുന്നത് ബേഥലേഹേം പുൽത്തൊഴുത്തും ബദലാണ്. ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ ക്രിസ്തുമസ് നടക്കുകയാണ്. ഇപ്പം തന്നെ എല്ലാവരും പുൽക്കൂടൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി, ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങി, അലങ്കരിക്കാൻ തുടങ്ങി. ഈ അമേരിക്കൻ രാജ്യത്ത് മൊത്തം സ്ട്രീറ്റ് മൊത്തം അലങ്കാരമാണ്. ക്രിസ്തുമസിന്റെ ദിവസം വരുന്ന സമയത്ത് എല്ലാ പള്ളികളിലും ലൈറ്റ് കത്തിക്കുന്ന ദിവസം നമ്മൾ യേശുവിനെ കാണുന്ന ബേഥലേഹേം ബദലാണ്. എന്നാൽ ആ യേശു യോഹന്നാനോട് പറയുകയാണ് ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാണ്, ഒന്നാമത്തവനും ഒടുക്കത്തവനുമാകുന്നു. പിതാവായ ദൈവം എന്ന് മുതലുണ്ടോ അന്ന് മുതൽ പുത്രനായ ദൈവമുണ്ട്. യേശുവിന് കൊടുത്തിരിക്കുന്ന ഒരു പദം കൂടാണ് നിത്യപിതാവ് എന്നുള്ളത്. യേശുവിനെയും നിത്യപിതാവായി യെശയ്യാ പ്രവചനത്തിൽ അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു. നമ്മൾ ട്രിനിറ്റിയെ കുറിച്ച് അർത്ഥം പഠിച്ചതാണ്. പിതാവായ ദൈവം എന്ന് മുതലുണ്ടോ അന്ന് മുതൽ പുത്രനായ ദൈവമുണ്ട് കേട്ടോ. 1-ാം അധ്യായത്തിൽ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് വായിക്കുന്നില്ലേ? അവിടെ തിരുവചനം പഠിച്ചാൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, ഇവരെല്ലാവരും 3 പേരും കൂടെ ഒന്നിച്ചാണ് ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. പഴയ നിയമത്തിൽ 4-ാം അധ്യായത്തിൽ വരുവീൻ നാം നമ്മുടെ സദൃശപ്രകാരം മനുഷ്യനുണ്ടാക്കുക. ആ നാം എന്ന് പറയുന്ന ആരാണ്? അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ്. നാം നമ്മുടെ സ്വരൂപപ്രകാരം വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവര് ഇനി കൈ നീട്ടി ജീവിതത്തിൽ തന്നെ വല്ല പറിച്ചു നാം ഭ്രമരായിരിക്കേണ്ടതിന് അവരെ പുറത്താക്കുക എന്ന് പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23 എന്നുള്ള വാക്യം വായിക്കുന്നില്ലേ? നാം ഇറങ്ങിച്ചെന്ന്, നാം നമ്മുടെ സാഹചര്യം ഉണ്ടാക്കുക, നാം ഇറങ്ങിച്ചെന്ന്. വരുവീൻ അവർ ബാബേൽ ഗോപുരം എടുത്തപ്പോൾ നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കി കളയണം. നോക്കണമേ. അപ്പൊ ആദ്യം മുതൽ നമ്മുടെ കർത്താവുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവൻ ആദിയും അന്തനുമാണെന്നുള്ള കാര്യം ദൈവമക്കൾ പ്രത്യേകമായി ഓർത്തോളണം. ഒന്നാമത്തവനും ഒടുക്കത്തവനും, അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു വിശേഷത, ദൈവത്തിനുള്ളത്. അടുത്ത വാചകം എന്താ അറിയാമോ? ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. കേട്ടോ, മരിച്ച യേശുവിനെയാണ് പലരും യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ ജീവനുള്ളവനുമാകുന്നു. ഇനി അതിന്റെ 18-ാമത്തെ വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഞാൻ ആദ്യനും അന്ത്യനുമാകുമെന്ന് യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 6-ാമത്തെ വാക്യം റോസമ്മ വായിച്ചാണ്. ഇവിടെ ഇനി അടുത്ത് വായിക്കുന്നത് 18-ാമത്തെ വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അടുത്ത 12-ാമത്തെ വിഷയമാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. 11-ാമത്തെ വിഷയമാണ് ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അവിടെയാണ് ഞാൻ അല്പസമയം നിൽക്കുന്നത്. ആ വാക്യം ഇവിടെ പറഞ്ഞ് നമുക്ക് ഇന്ന് അവിടെ അവസാനിപ്പിക്കാം. ഞാൻ മരിച്ചവനായിരുന്നു, കർത്താവ് മരിച്ചവനാണ്, എന്നാൽ
എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനെയാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നേക്കും ജീവിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന സന്ദർഭത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ അതേ അവിടെ ലൂക്കോസ് വിശദീകരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് വായിച്ചേ. 1-3 അവൻ കഷ്ടം സഹിച്ച് അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് മരണത്തിന്റെ ശേഷത്തെ കാര്യമാട്ടോ. ഇന്ന് എനിക്ക് ഉദാഹരണം ഒന്നും പറയാൻ തക്ക സമയം കിട്ടില്ല. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുത്തു. ഇനി അവിടാണ് നമുക്ക് അല്പം ചിന്തിക്കുന്നത്. ഞാൻ മരിച്ചവനായിരുന്നു, യഥാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പ്രൈസലോർഡ്. അതാണ് 11-ാമത്തെ യേശു ക്രിസ്തുവിന്റെ ദിവ്യ വിശേഷത. യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നു. എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കഴിയും? ചില 6 വാക്യങ്ങൾ ഉപയോഗിച്ച് യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എന്താണ് നമുക്ക് ലഭിച്ചത്? യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. 6 വാക്യങ്ങൾ എക്സാമിനേഷൻ വരുന്നതാണ്. റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. നോക്കണം, ഇപ്പം ഇതിന് വായിച്ച നെറ്റ് നല്ല ക്ലിയർ ആയി. ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ ദൈവപുത്രൻ എന്ന് ശക്തിയോട് നിർണയിക്കപ്പെട്ടു. നമ്മൾ ഈ ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്തത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുണ്ടല്ലോ, അത് ഈ പാതാള ലോകത്തെ കുറിച്ച്, ഈ താക്കോൽ എങ്ങനെ യേശുവിന്റെ കൈ വന്നെന്നുള്ളത് ആ പാതാള ലോകത്തെ കുറിച്ചൊരു സ്റ്റഡി അത്യാവശ്യമുണ്ട്. അത് ഇന്നെടുക്കാൻ തക്ക നോക്കത്തില്ല. ഇവിടെ നമുക്ക് നിൽക്കാം. എന്നേക്കും ജീവിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി ലൂക്കോസ് പറയുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. യേശു ജീവിച്ചിരിക്കുന്നു. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ, കസ്തൂർബായ് ഗാന്ധി ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ മഹാത്മാഗാന്ധി അടക്കിയ സ്ഥലം, നെഹ്റുവിനെ അടക്കിയ സ്ഥലം, ഇന്ദിരാഗാന്ധി അടക്കിയ സ്ഥലം, അതേ രാജീവ് ഗാന്ധി അടക്കിയ സ്ഥലം. ഞാനവിടെ ഡൽഹിയിൽ ഇരിക്കുമ്പോഴാണ് 1984 ഇന്ദിരാഗാന്ധി ഭരിക്കുന്നത്. ഞാനവിടെ ഇരിക്കുമ്പോഴാണ് രാജീവ് ഗാന്ധി ഭരിക്കുന്നത്. അത് ഞാൻ അമേരിക്ക വന്നതിന് ശേഷം രാജീവ് ഗാന്ധി ഭരിക്കുന്നത്. അപ്പൊ ഇവരുടെ എല്ലാം കല്ലറകൾ അവിടെ കിടക്കുന്നു. ഈ മഹാത്മാഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബായ് ഗാന്ധി, ബാബുജി എന്നാണ് വിളിക്കുന്നത്. ഈ ഗാന്ധിജി മരിച്ചിടക്കുന്ന ആ ഡെഡ് ബോഡി നോക്കിക്കൊണ്ട് 3-ാമത്തെ ദിവസം ഇങ്ങനെ പറഞ്ഞു, കസ്തൂർബായ് ഗാന്ധി ബാബുജി എന്നാ വിളിച്ചത്. അതിനോട് പറയാ, യേശു ക്രിസ്തു മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റല്ലോ. യേശു നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങ് നല്ല കാര്യങ്ങളല്ലേ ചെയ്തത്. യേശു ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അങ്ങും ആരെയും ഉപദ്രവിച്ചിട്ടില്ല. യേശു മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ബാബുജി അങ്ങും ഉയർത്തെഴുന്നേറ്റ് വരിക. കറഞ്ഞു പറഞ്ഞു, അങ്ങും ഉയർത്തെഴുന്നേറ്റ് വരിക. ഈ മഹാത്മാഗാന്ധിജി, കസ്തൂർബാ ഗാന്ധി ഒക്കെ ബൈബിൾ വായിക്കുമായിരുന്നു. നമ്മെക്കാട്ടിലും കൂടുതൽ യേശുവിനെ കുറിച്ച് അറിയാവുന്നവർ അവരായിരുന്നു. അവർക്ക് നല്ലവണ്ണം ബൈബിളിന്റെ വായനയിൽ കൂടെ യേശുവിന്റെ ചരിത്രം മൊത്തം ഗ്രഹിച്ചിരുന്ന ഒരു രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധിജി. യേശുവിന്റെ ഉപദേശങ്ങളെ അനുഗമിക്കുന്ന, സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നിന്റെ ഒരു ചേട്ടത്തടിക്കുന്ന ഭക്തനും കാണിച്ചു കൊടുക്കാം. ഒരു മദാമ ഷൂസ് ഇട്ട് ചവിട്ടിയപ്പോൾ ഗാന്ധിജി യേശു ക്രിസ്തുവിന്റെ ആ വാക്ക് നിമിത്തമാണ് പറഞ്ഞത്, നിങ്ങളുടെ മദാം, അതെ മാഡം, അങ്ങനെ കാല് വേദന എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരുമ്മിത്തരാം. നമ്മളാണെങ്കിൽ നമ്മളെ ഷൂസ് ഇട്ട് ചവിട്ടുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുമോ? ഈ 2 പട്ടാളക്കാർ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു, ഒരു മുറി താമസിക്കുകയായിരുന്നു. അതിൽ ഒരാൾ പെന്തക്കോസ്തുകാരനായിരുന്നു. ആ പെന്തക്കോസ്തുകാരൻ എന്നിരുന്ന് ഇങ്ങനെ കുത്തിരുന്ന് പ്രാർത്ഥിക്കും. മറ്റേ പോലെ നിരീശ്വരവാദിയാണ്, ദൈവത്തെ കുറ്റം പറയുന്നതാണ്, ക്രിസ്തുവിനെ കുറ്റം പറയുന്നതാണ്.
അപ്പൊ ഈ പട്ടാളക്കാരൻ, ഈ രക്ഷിക്കപ്പെട്ട ബന്ധക്കോസുകാരൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഒരു ദിവസം മുട്ടുമേരുന്ന് പ്രാർത്ഥിച്ചപ്പം ഈ നിരീശ്വരവാദിക്ക് സഹിക്കാൻ വയ്യാൻ ഷൂസ് ഇട്ട് ഒരൊറ്റ ചവിട്ടി വന്നു. മറ്റേ പുള്ളിക്ക് ചവിട്ടാൻ അറിയാൻ വയ്യാനിട്ടല്ല, അദ്ദേഹം അഭ്യാസമൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ താൻ അതൊന്നും മറുപടി പറഞ്ഞില്ല. നിങ്ങളാണെങ്കിൽ എന്താ, നമ്മുടെ അയൽപ്പാസികളെ നമ്മുടെ അതിരിന്റെ ഒരു അല്പം ഒന്ന് മാറ്റുമ്പോഴത്തേക്ക് എന്തൊരു ബഹളം ഉണ്ടാക്കുന്നത്. ബന്ധക്കോസുകാരൊന്നും ശരിയല്ല, അവനെ ബാധിക്കാൻ പോട്ടെ എന്നാൽ നമ്മളെ വെക്കുവോ, നമ്മളും ചൂടാകും. എന്നാൽ ഈ പട്ടാളക്കാരൻ ഇത്രയും വലിയ ചവിട്ട് കൊണ്ടിട്ട് അവനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു പോകാൻ രണ്ടുപേരും ഒരുങ്ങിയാണ്. ഈ ചവിട്ട് കൊണ്ട പട്ടാളക്കാരനുണ്ടല്ലോ, തന്റെ ഷൂസ് പോളിഷ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ ചവിട്ടിയ പട്ടാളക്കാരന്റെ ഷൂസ് പോളിഷ് ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ ഈ നിരീശ്വരവാദിയായ വ്യക്തി ആ ഒരൊറ്റ ഭാഗം കണ്ടപ്പോൾ തന്റെ കണ്ണ് നിറഞ്ഞു. എന്നോട് ക്ഷമ ചോദിച്ചു. താൻ പിന്നെ ക്രിസ്ത്യാനിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ച വിഷയത്തിലേക്ക് കടന്നു വരാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, അതാണ് വിഷയം. യേശുവിന്റെ പ്രവൃത്തികളും ജീവിക്കുന്നു. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് ആണ് നമ്മളെ പിന്തുടരുന്നത്. ഇതോ അർത്ഥ കൈക്ക് ഉപ്പും തയ്ക്കില്ല, ദശാംശം കൊടുക്കില്ല, ഗോത്രാജ്യം കൊടുക്കില്ല, ഞാൻ ആർക്കും ഒരു നന്മയും ചെയ്യത്തില്ല, ഭിക്ഷക്കാരൊരു ആട്ടിക്കളയുക. ദൈവത്തിന് വചനം വായിക്കുന്നത് നിന്റെ പ്രവൃത്തി അവനെ തുച്ഛമെന്ന്. നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ആ പ്രവർത്തനമാണ് നമ്മളെ പിന്തുടരുന്നത്. അല്ലാതെ ഈ ലോകത്തിനൊന്നും കൊണ്ടുപോകാൻ ഒക്കത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ ഇവിടുന്ന് പോകും. അപ്പൊ ഞാൻ കഴിഞ്ഞ 56 വർഷമായി പ്രസംഗിക്കുന്ന ബൈബിൾ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എന്തോ കൊണ്ടുപോകാൻ പറ്റും, ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ പ്രവൃത്തി നമ്മളെ പിന്തുടരണം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ ക്ഷമിക്കുന്നവരും സഹിക്കുന്നവരുമായി നമ്മൾ കർത്താവിനെ പൂർണ്ണമായി അനുഗമിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെ വായിക്കുന്ന വാചകം അറിയാമോ? ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്ക് ജീവിക്കുന്നു. 11ാമത്തെ വിഷയമാണ്, എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. ഇവിടെ വായിക്കുന്ന ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയ ദൈവത്തിന്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കുന്നു. അതാണ് യേശുവിന്റെ ജീവിതം കൊണ്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടുണ്ടായ അനുഗ്രഹം. കേട്ടോ, ഞാൻ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. കേട്ടോ, മരിച്ചവനായിരുന്നു, എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ ദൈവത്തിന്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പണം കൊടുത്തവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറയാൻ തക്കണം മഹാഭാരതം ശരിയായില്ല. ദൈവമക്കളെ, നമ്മൾ രണ്ടാമത്തെ ശരിക്കത് വരാം. റോമർ 4:24 വായിച്ച മക്കളെ എളുപ്പം വായിച്ചു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുവരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിന്ന് ഉയർപ്പിച്ചവനെ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ യേശു മരിച്ചിട്ട് ജീവിച്ചതില്ല നമുക്ക് നീതീകരണം ലഭിച്ചു. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമ്മളെ നീതീകരിച്ചു. ദൈവം എപ്പോഴും നമ്മളെ നീതീകരിക്കുന്ന ഒരു കർത്താവാണെന്ന് നമ്മളെപ്പോഴും ഓർക്കണം. കേട്ടോ, യോശുവ പുരോഹിതനെ ദൈവത്തിന്റെ ആലയത്തിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് പോയത് സെക്രട്ടറി വായിക്കുന്നില്ലേ? മുഷിഞ്ഞ വസ്ത്രം. പുരോഹിതൻ, മഹാപുരോഹിതന്മാര് മുഷിഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടില്ല. പിന്നെ അത് തങ്ക വസ്ത്രം കീറാൻ പാടില്ല. നമ്മളെ ദൈവത്തിന് വേണ്ടി വായിക്കുന്ന വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഒരാളിന് ചിലപ്പോൾ പല്ലും തേക്കാതെ പെട്ടെന്ന് എഴുന്നേറ്റ് പടി ഒരു ഉടുപ്പും പഠിച്ചിട്ടുണ്ട്, ഒരാഴ്ച ഇട്ടതാണ്, അത് കൊടുത്തോണ്ട് വന്ന ആരാധനയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട്. ചുമ്മാനും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞേക്കാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അവരുടെ ജീവിതം അതുപോലെ എല്ലാം സഹിക്കുക. ദൈവത്തിന്റെ കത്ത് വരുമ്പോൾ ആത്മാവിലും ജഡത്തിലേക്ക് വന്നിട്ട് വസ്ത്രം നീക്കണം. നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് ദൈവസന്നിധാനത്ത് ഇരിക്കണം. ഇപ്പൊ മോദിയെ കാണാനായിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള ഈ പ്രൈസ് ആൻഡ് മിനിസ്ട്രിയിലെ വിശ്വാസികളെല്ലാം മോദിയെ കാണാൻ തക്കണം ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന വിചാരിക്കും. മോദിയെ പിന്നെ പ്രധാനമന്ത്രി എന്ത് ദൈവമക്കളെ, നിങ്ങൾ പോയി പാർത്താസിന് വേറെ സാധനം അല്ല സീമാറ്റിക്കട തകർക്കുന്നില്ല. കാരണം മോദിയെ കാണാൻ പോവില്ലേ, ഏറ്റവും വലിയ ഭയങ്കര വേഷത്തോടായിരിക്കും നടന്നിരുന്നത്. എനിക്ക് വേണമെങ്കിൽ ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട്, പിന്നെ സാധാരണ നാളെ എന്റെ ഫ്ലാറ്റിൽ ഒരാൾ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചിക്കാഗോയിൽ ക്ലാസ് ടീഷർട്ട് ഇട്ടുണ്ട് വന്നിരിക്കുന്നത്. ഉടനെ പുള്ളി പോയി സൂട്ട് ഇട്ടിട്ട്
നമ്മള് ഏറ്റവും മാന്യമായ വസ്ത്രത്തോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ ജനത്തിലെ ആത്മാവിലെ കന്മഷം മൊത്തം നീക്കണം. കുളിച്ച് ഒരുങ്ങി വേണം ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാൻ. ആത്മാവിലെ ജനത്തിലെ കന്മഷം എല്ലാം നമ്മൾ നീക്കി നല്ല വസ്ത്രം ധരിച്ച് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ അഗ്നം പഠിക്കാൻ വരുമ്പോഴും അതുപോലെ ആയിരിക്കണം, ഒരുക്കത്തോടെ ആയിരിക്കണം. മോദിയെ കാണാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഈ 2-3 ആഴ്ചത്തേക്ക് പിന്നെ നമ്മുടെ ഈ യോഗം നടക്കത്തില്ല. ഇതിനുള്ള വസ്ത്രം മേടിക്കാനുള്ള ധൃതിയായിരിക്കും. ഈ ലോകത്തിന്റെ ഒരു മാന്യനെ കാണാൻ പോകുമ്പോൾ എത്രമാത്രം അലങ്കാരത്തോടെ നമ്മൾ പോകാൻ തക്കണം കൊതിക്കുന്നെങ്കിൽ നമ്മുടെ സ്വർഗീയ രാജാവ് ജനിക്കൽ എത്ര വലിയ പവിത്രമായിട്ടാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത് നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്തുതി. ഇവിടെ വായിക്കുന്നു, അവൻ നമ്മളെ നീതീകരിച്ചു ഉയർത്തലും പോലും. യോശുവ മുഷിഞ്ഞ വേഷം ധരിച്ചപ്പോഴേ മുഷിഞ്ഞ വേഷം ധരിച്ചുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞു സാത്താൻ ചെന്നു. ഉടനെ സാത്താൻ യേശു ചോദിച്ചു നീ ഇവിടെ വന്നു. അപ്പൊ ഈ സാത്താൻ പറഞ്ഞ വാചകം നിങ്ങൾ ആ സെക്രട്ടറി മാറ്റുള്ളൂ. നീ നോക്ക്, നിന്റെ എനിക്ക് പറമ്പൂസൊക്കെ കാണാൻ അറിയാമല്ലേ ഈ സാത്താനെ. നമുക്ക് ഇതൊന്നും വായിക്കാത്ത സമാധാനം ബുദ്ധിയൊന്നും അറിയത്തില്ല. ഇത്ര കുറ്റിയൊന്നും ഇപ്പം ചോദിച്ചാല് നിങ്ങൾ പറയും 2 കൂട്ടുകുറ്റി എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് ബൈബിളിലെ കാര്യം എന്നെ സാത്താനും ബൈബിൾ നല്ല നിശ്ചയ. പുറപ്പാട് ദിവസം 28-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, മഹാപുരൻ വസ്ത്രം വലിച്ചു കയറാൻ പാടില്ല, മുഷിഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നീ നോക്ക്, നിന്റെ പുരോഹിതൻ കാണാതെ നിൽക്കുന്നില്ല, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചോണ്ട്. ഉടനെ കർത്താവ് നീ പറഞ്ഞ ശരിയാ കേട്ടോ, നീ ഇപ്പം വന്ന് കാര്യമൊക്കെ പറഞ്ഞത് നീ നിന്നെ നല്ല നന്നായിരിക്കുന്നു, നിന്നെ ഞാൻ അതേ ഈ രാജ്യത്തിന്റെ ഓവർസീർ അങ്ങനെയാണോ പറഞ്ഞത്? സാത്താനെ നിന്നെ ഭർഷിക്കുന്നു യഹോവ പറഞ്ഞതാ. സാത്താനെ യഹോവ നിന്നെ ഭർഷിക്കുന്നു. എന്റെ മകൻ യോശുവ തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയല്ലയോ? തീയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ധരിച്ചുകൊണ്ട് വന്ന വസ്ത്രമുണ്ടല്ലോ, അത് തീമണം ഉണ്ടാകും. യേശു നീതീകരിക്കുന്നു. മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു കറുത്ത ബോർഡ് വന്നിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കറുത്ത ബോർഡ് നോക്കിയപ്പോ താൻ എഴുതിയ പാപങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കാണുന്നു. താൻ എന്തെല്ലാം പാപം ചെയ്തു. അയ്യോ, താൻ ക്ഷമിച്ചു, ദൈവമേ എന്റെ പാപം എല്ലാം ക്ഷമിച്ചാണല്ലോ, പിന്നെ ഇത് കാണുന്നല്ലോ. അപ്പോൾ സാത്താൻ വരുന്നൊരു ബോർഡാണ്, അതിന്റെ മുകളിലോട്ട് ഒരു തുള്ളി രക്തം വന്നു വീണു, അത് മൊത്തം മായ്ച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മെ നീതീകരിക്കുന്ന ഒരു ദൈവം, ദൈവത്തിന്റെ വയലിൽ യേശു ഉയർത്തെഴുന്നേറ്റാ നമുക്ക് നീതീകരണം ലഭിച്ചു. ചില മിനിറ്റിനുള്ളുണ്ട്. ഇനി 1 Petrus 3:21 നീ വിശദീകരിക്കുന്നില്ല. സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുഖാന്തരം നമ്മെ രക്ഷിക്കുന്നു. കാരണം സ്നാനം തന്നെ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കാണിക്കുന്നു. മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്. അത് പഴയ നിയമ കാലത്ത് നടന്ന അത് സ്നാനത്തിന്റെ ഒരു മുൻകുറി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഭാഗമാണ് അത് നമ്മൾ വായിക്കുന്നത്. അത് സ്നാനത്തിനൊരു മുൻകുറി. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. യേശു മരിച്ചു, നമ്മളും മരിച്ചു പാപസംബന്ധമായി. യേശു അടക്കപ്പെട്ടു, നമ്മൾ വെള്ളത്തിനടിയിലേക്ക് മുങ്ങുന്നു. യേശുവിന്റെ അടക്കത്തിന് സാദൃശ്യമായി നമ്മൾ മുങ്ങുന്നു. യേശു നമ്മൾ വെള്ളത്തിനടിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നു. യേശുവും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നു. യേശുക്രിസ്തുവിന്റെ മരണം മൂലം, ഉയർത്തെഴുന്നേൽപ്പ് മൂലം നമുക്ക് രക്ഷ കിട്ടി. ഈ 4 റോമർ 14:9 വായിച്ചേ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. നോക്കണമേ, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതാണ് യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത്. യേശുക്രിസ്തുവിന്റെ മരണം മുഖാന്തരം ഭൂലോകരുടെയും സ്വർലോകരുടെയും അധോലോകരുടെയും എല്ലാം മുഴങ്കാൽ അവന്റെ മുമ്പിൽ മടങ്ങി. അവൻ എല്ലാത്തിനും കർത്താവാണ്. ഇനി 1 Corinthians 15:12 വായിച്ചു. 1 Corinthians 15:12 പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവർ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നു. താഴത്ത് വായിക്കുമ്പോൾ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. യേശുവിന്റെ ഉയർപ്പിനാൽ നമുക്കൊരു ഉയർപ്പുണ്ട്. 6ാമത്തെ വിഷയം
അപ്പോസ്തലരുടെ പ്രവൃത്തി 17:31 വായിച്ചു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയാൽ ന്യായവിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവനിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ ലോകത്തിനൊരു ന്യായവിധി ഉണ്ടെന്നുള്ള ഉറപ്പ് ലഭിച്ചു. മനസ്സിലാക്കണം, ലോകത്തിന് ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള ഉറപ്പ് ലഭിച്ചു. അന്ന് നമ്മൾ പല കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞ് 2 സാക്ഷികളാണ് ദൈവത്തിനുള്ളത്. 2 സാക്ഷികൾ, ആകാശം ഭൂമി. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം അവരെ ന്യായം വിധിക്കുമ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവിയായിക്കാം. 2 സാക്ഷികളാണ് ദൈവത്തിനുള്ളത്. ഈ ആകാശം ഭൂമിയും സാക്ഷ്യം പറയും, എന്റെ പുറത്തിരുന്നോണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയും. 2 സാക്ഷികൾ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പ് ലഭിച്ചു, ഈ ലോകത്തിനൊരു ന്യായവിധി. ഇനി ഇവിടെ വായിച്ച് തരുമ്പോൾ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. കേട്ടോ, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അവിടെ ഒരു പദം നിർത്തി നമുക്ക് ചിന്തിക്കാം. യേശു ക്രിസ്തു മരിച്ചിട്ട് ജീവിച്ചിരിക്കുന്നുള്ളതിന് തെളിവെന്താ? അതല്ലേ അപ്പോസ്തലത്തിൽ നമ്മൾ വായിച്ചത്. അവൻ ദൃഷ്ടാന്തങ്ങളാ തെളിയിച്ചു. അവൻ ജീവിച്ചിരിക്കുന്നെന്ന് ദൃഷ്ടാന്തങ്ങളാ തെളിയിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന, കേട്ടോ, എല്ലാരും ഓർത്തോണം. റോസമേ, നീ എഞ്ചിന്റെ പോയോ? മോളെ, ഇത് എക്സാമിനേഷൻ വരുന്ന, കേട്ടോ. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തന്നെ ജീവിച്ചിരിക്കുന്നത്. ഡോൺമോനെ, മോനും എക്സാം എഴുതണം, കേട്ടോ. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ തെളിവുകൾ പറയാൻ പോവുക. 12 പ്രാവശ്യം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ ദൈവത്തിന്റെ വഴിയിൽ കാണാം. നിങ്ങളത് പഠിക്കണം. 12 പ്രാവശ്യം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ. നമ്മൾ 6 മാസം കഴിയുമ്പോൾ 2-3 അധ്യായം കഴിയുമ്പോൾ ഒരു എക്സാമിനേഷൻ ഉണ്ട്. അന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതും, ചോദിക്കും. 15 ക്വസ്റ്റ്യനാണ്. അത് ജയിക്കുന്നവർക്ക് ക്യാഷ് അവാർഡുണ്ട്. അത് പാസ് എസ് ആണ് കൊടുക്കുന്നത്. എസ് പാസ് വളരെ സ്ട്രിക്റ്റ് ആണ്. ആരെയും നോക്കിയെഴുതാനും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറാണ്. യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ളതിന് തെളിവ് 12 പ്രത്യക്ഷതകൾ. ആദ്യം ആർക്കാ പ്രത്യക്ഷപ്പെട്ടെന്ന് പറയാമോ? ആദ്യം മക്കളെക്കാറ്റ് മറിയയ്ക്ക്. മർക്കോസ് 16:9 വായിച്ചു. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ് യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. മറ്റു സുവിശേഷത്തിന് അത് കാണാൻ കഴിയുന്നില്ല. മർക്കോസ് അത് എടുത്തു പറഞ്ഞു. മർക്കോസ് ആരാ? മർക്കോസിനെ കുറിച്ച് 14-ാം അധ്യായം 50-51 വാക്യങ്ങളിൽ മർക്കോസ് തന്നെ പറയുന്നുണ്ട്. ഒരു ബാല്യക്കാരൻ യേശുവിനെ പിടിച്ചോണ്ട് പോയപ്പോ അതിന്റെ പുറകെ ചെന്നു. അവൻ വെറും ശരീരത്തിന് ഒരു പൊതുക്കൂട്ടല്ലോ പോയത്. ശരീരം പൊതു പറിച്ചോണ്ട് ഈ ബാലിക ചെറുപ്പക്കാരൻ. ഈ മർക്കോസ് ആരാന്നറിയാമോ നിങ്ങൾക്ക്? ഈ മറിയുടെ മകനാ. മർക്കോസിന്റെ മാളി എന്നൊക്കെ വായിക്കുന്നില്ലേ? അമ്മയുടെ പേര് മറി. ഇദ്ദേഹത്തിന്റെ അങ്കിളാണ് ബർന്നബാസ്. ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. അന്ന് ബർന്നബാസിന്റെ മച്ചുനായ മർക്കോസ് എന്ന് കൊലോസിന്റെ അടുത്ത് വായിക്കുന്നില്ലേ? അപ്പൊ ഈ മർക്കോസ് ഒരു ബാലിക്കാരനായിരുന്ന സന്ദർഭത്തില് യേശുവിന്റെ പുറകെ ഇങ്ങനെ പോവുക, പുതമ്പും പറിച്ചു. അപ്പൊ ഒരുത്തൻ കയറി ആ പുതപ്പെ കയറി പിടിച്ചു. അവൻ നഗ്നനായി ഓടിപ്പോയെന്നാണ് 14-ാം അധ്യായം 50, 51, 52 വാക്യങ്ങൾ നമുക്ക് വായിക്കട്ടെ ഇപ്പോ. അപ്പൊ ആ മർക്കോസ് ആണ് ഈ സുവിശേഷം എഴുതിയത്. ആ സുവിശേഷത്തെ മർക്കോസ് ആണ് ഇത് വെളിപ്പെടുത്തിയത്. ആദ്യം 7 ഭൂതങ്ങളുണ്ടായിരുന്ന മഗ്ദലക്കാരത്തി മറിയ. ഈയിടെ ഒരാൾ മഗ്ദലക്കാരത്തി എന്ന വേശ്യം. എന്റെ ദൈവമേ, ആവശ്യമില്ലാതെ ആൾക്കാർ ദുർവർത്താനം പറയുന്നത് എനിക്ക് സങ്കടമാണ്. മഗ്ദലക്കാരത്തി മറിയ വേശ്യൊന്നുമല്ലായിരുന്നു. അവർക്ക് 7 ഭൂതങ്ങളായിരുന്നു. ആ 7 ഭൂതങ്ങളെ പുറത്താക്കിയ സന്തോഷം. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ആ കാര്യം എഴുതി. മക്കളെ, എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടക്കുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച് 2 ദൂതന്മാരൊരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവരവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ലാതാനും. യേശുവിനെ കണ്ടു, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. കേട്ടോ, ഈ ചരിത്രമാണ്.
കാരണം ഇത് ക്രമമായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യേശുവിന്റെ ഉയർത്തുന്നേരത്ത് ഒരു ഭാഗത്ത് തന്നെ 5 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അത് ഒന്നിച്ച് വായിച്ചിട്ട് അതിന്റെ ക്രമം അനുസരിച്ച് ഞാനങ്ങ് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി. 12 പ്രാവശ്യം യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ച ഭാഗമാണ്. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. ഞാൻ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടത് സ്ത്രീകൾ. മത്തായി 28:8 മുതൽ ഒന്ന് വായിച്ചു. ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റു. നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയാം, മറ്റേ സ്ത്രീകൾ യേശു ക്രിസ്തുവിന്റെ കല്ലറയ്ക്ക് ചെന്നു. ആദ്യം മഗ്ദലക്കാരത്തി മറിയ ഒറ്റയ്ക്ക് പോയി, അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പൊ കുറെ സ്ത്രീകൾ പിന്നെ കടന്നു പോയി. ആ സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യമാണ് ഞാൻ ബാക്കി പറഞ്ഞു വിടുന്നുള്ളൂ. രണ്ടാമത് ചില സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മൂന്നാമത്, ഇത് അടുക്കനുസരിച്ചല്ല ഇപ്പൊ പറയുന്നത്, അവസാനം ഞാൻ പറയാം. ലൂക്കോസ് 24:13 എന്ന് വായിച്ച്. അന്ന് തന്നെ അവർ രണ്ടുപേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്ത് എന്നവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവിടെ കണ്ണ് നിരോധിച്ചിരുന്നു. നോക്കണമേ, എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു കേട്ടോ. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ. ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചിട്ട് ഇതിന്റെ അടുക്കനുസരിച്ച് ഞാൻ പിന്നെ പറയാൻ കേട്ടോ. ഇനിയും അടുത്തത് തോമസ് ഒഴികെയുള്ള ബാക്കിയുള്ള ശിഷ്യന്മാർക്ക്. കാരണം യൂദ ഇല്ലല്ലോ, തോമസ് അന്നേരം ഇല്ലായിരുന്നു. യോഹന്നാൻ 20:19 മുതൽ 10-21 വായിച്ചു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആദ്യ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു ജീവിച്ചിരിക്കുന്ന തെളിവാണ്. ഇതിനകത്ത് തോമാറ്റനില്ല. 10 പേരെ ഉള്ളൂ. യൂദ കെട്ടിയാണ് കത്തത്. അവരുടെ അടുക്കലേക്ക് യേശു വന്നിട്ട് വാതിലടച്ചിരിക്കേ, അതിന് നടുവിൽ യേശു എന്ന് പറഞ്ഞു നിന്റെ സമാധാനം. എനിക്ക് വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇനി ഏത് ശിഷ്യന്മാർ? യോഹന്നാൻ 21:1. അതിനുശേഷം യേശു പിന്നെയും തെബരിയാസ് കടക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. മതി. ഏത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു? പത്രോസ് ഉൾപ്പെടെ നദനിയേലുണ്ട് കേട്ടോ. സെബെദിയുടെ മക്കളുണ്ട്. ഏത് പേര് മീൻ പിടിക്കാൻ പോയപ്പോ തിബരിയോസ് കടലിന്റെ വെച്ച് യേശു ഏത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു? നിങ്ങൾ ആ ഭാഗം പിന്നെ വായിച്ചാൽ മതി, എന്റെ സമയം തീരുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഗലീലയിലെ ഒരു വയലിൽ വെച്ച് 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. മത്തായി 28:16-17. എന്നാൽ ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് ഗലീലയിൽ ഒരു വയലിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് കേട്ടോ. ഇനിയും അടുത്തത് ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെട്ടു. ഒലിവുമലയിൽ ലൂക്കോസ് 24:50-51. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവൻ അവനെ നമസ്കരിച്ച് മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് ഒലിവുമലയിൽ വെച്ച് കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തെളിയിച്ചു. ഇനി 5 പ്രാവശ്യങ്ങളുണ്ട്. ഒറ്റ വാക്യം ഞാൻ അതുക്കനുസരിച്ച് പിന്നെ ആ വാക്യത്തിലേക്ക് വരണമെന്ന് വിചാരിച്ചാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 5 വരെ ക്രിസ്തു നമ്മൾ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോട് ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും
എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. മതി. ഇവിടെ നമ്മൾ 5 പേർക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളാണ്. അത് ഞാൻ പറയാം. അവിടെ വായിക്കുന്ന ആദ്യം കേപ്പാവെന്നാണ് വായിക്കുന്നത്. അപ്പം ഇവിടെ മാത്രമേ അത് പറയുന്നുള്ളൂ. ആദ്യം കേപ്പാവെന്ന് പറഞ്ഞ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. ഇനിയും അടുത്തത് 12 പേർക്ക് പ്രത്യക്ഷനായി. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നാം കേട്ടോ. പിന്നെ ലിജി, ഈ 12 എന്ന് പറയുമ്പോഴേ യൂദാ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ 12 എന്ന് പറയുന്നത്? നിങ്ങൾ അതിൻ്റെ സംശയം കൂടെ തീർത്തു പോകണം. അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് ഇങ്ങനെ അതിപ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എന്നെ വിളിക്കും 12 എന്ന് പറയുമ്പോൾ അടുത്ത യൂദാ ഇരിക്കും. 12 പേർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർക്ക് കൊടുത്തിരുന്ന ഒരു പേരായിരുന്നു 12. ആ പദം അവിടെ ഉപയോഗിച്ചത്. സുവിശേഷം വായിക്കും 12 എന്ന് വായിക്കുന്നു. 6 അധ്യായം വായിക്കും 12 വിളിച്ചു എന്ന് വായിക്കുന്നില്ല. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഒരു പേരായിരുന്നു 12. അതിൻ്റെ അകത്ത് യൂദാ ഇല്ലെങ്കിലും 12 അവരെ സംബോധന ചെയ്യുവാൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് 12 പേർക്കും പ്രത്യക്ഷനായി. 2. ഇനി 3 500-ലധികം പേർ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ആ വാക്യം പിന്നെ പോയി വായിക്കണം, എത്തി വെച്ചതേ. ടൈം അത് തീർന്നു പോയി. 500-ലധികം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവം ചോദിക്കി 500 പേര് കൂടിയിരിക്കുന്ന നടുവിൽ യേശു എന്തെന്ന് കേട്ടോ. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു കൊടുത്തു കേട്ടോ. 500-ലധികം പേർക്ക്. ഇനി അടുത്തത് യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. യാക്കോബ് ആരാന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ സഹോദരൻ. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിന് ആദ്യം യാക്കോബും യൂദായൊന്നും യേശുവിനെ ഫോളോ ചെയ്തിരുന്നില്ല. അവരുടെ സഹോദരന്മാരും അവനെ വിശ്വസിച്ചിരുന്നില്ല എന്ന് പ്രത്യേകം സുവിശേഷങ്ങളിൽ പറയുന്നു. ഇവർക്ക് ആർക്കും വിശ്വാസമില്ലായിരുന്നു യേശുവിനെ. എന്നാൽ പിന്നീടുള്ളല്ലോ അവർ യേശുവിൽ വിശ്വസിച്ചു. ആ യാക്കോബാണ് യാക്കോബിന്റെ ലേഖനം എഴുതിയത്. സഹോദരനാ. ആ യേശുവിന്റെ സഹോദരൻ യൂദാ ആണ് ഒരു ലേഖനം എഴുതിയത്. എന്താ തകർപ്പൻ ലേഖനം എന്നറിയാമോ? ആ ലേഖനമൊക്കെ വായിച്ചാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് യാക്കോബും യൂദായും, സ്വന്തം സഹോദരന്മാർ. അവർ ലേഖനം അവരെഴുതുമ്പോ തന്നെ യേശു ക്രിസ്തുവിന്റെ ദാസൻ എഴുതുന്നത്. ആ സഹോദരനാണെന്നല്ല എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ ദാസനും യൂദായും പറയുന്നു യേശുവിന്റെ ദാസനും. ആദ്യം ഒരു വിശ്വസിച്ചില്ല. ഇനി അടുത്തത് പൗലോസിന് പ്രത്യക്ഷപ്പെട്ടു. കണ്ടോ? ഒടുവിൽ 1:15 അകാലപ്രജയായിരിക്കുന്ന എനിക്കും പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ 12 പ്രാവശ്യം അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തെളിയിച്ചു കൊടുത്തു. നമ്മൾ വായിക്കുന്നത് ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇനി ഇതിന്റെ ക്രമം അനുസരിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 1 കാരണം മറ്റേ 1-15 അധ്യായം പിന്നെ എടുത്ത് വായിപ്പിക്കാൻ ആ ബുദ്ധിമുട്ടായതാണ് ഞാൻ ഒന്നിച്ചങ്ങ് വായിപ്പിച്ചു. ആദ്യം മക്കളെക്കാറ്റി മറിയും എഴുതിയെത്തോ. 2 സ്ത്രീകൾക്ക് എന്നുവെച്ചാൽ ഇത് എക്സാമിട്ട് വരുന്ന കുഞ്ഞുവരെയാന്ന് വിചാരിക്കുന്നത് കേട്ടോ. ആദ്യം മക്കളെക്കാറ്റി മറിയും. 2 സ്ത്രീകൾക്ക് എന്റെ ചിരിക്കുന്നു. 3 പത്രോസിന്. 4 എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ. 5 തോമസ് ഒല്ലിയുള്ളവർ. 6 12 7 ശിഷ്യന്മാർ. 8 500-ലധികം പേർ. 9 ഗലീലയിലെ ഒരു വയലിൽ വെച്ച് 11 പേർ. 10 യാക്കോബിന്. 11 ഒലിവ് മലയിൽ വെച്ച്. 12 പൗലോസിനെ. ആർക്കെങ്കിലും ഒന്നും ആവർത്തിക്കണോ? ഇത് എക്സാമിനിട്ട് വരും. ഇപ്പൊ 2-3 അധ്യായം കഴിഞ്ഞു വരുമ്പോൾ യേശു പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടെന്നൊരു ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം. കാശുമാണ്, അല്ല 100 രൂപ എന്ന് വിചാരിക്കരുത്. എന്തായാലും എനിക്ക് 150 രൂപ അല്ലല്ലേ. പാസ്റ്റൊക്കെ വളരെ മാന്യമായിട്ട് അത് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതേ ഈ എക്സാമിനേഷൻ പങ്കൊള്ളാൻ ശ്രമിക്കണം. ഞാൻ ആ വാക്യം വായിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കും കേട്ടോ. പറഞ്ഞ കണ്ണുകളോട് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചു. ഞാൻ മരിച്ചവനായിരുന്നു. മക്കളെക്കാരത്തി മറിയക്ക്, സ്ത്രീകൾക്ക്, പത്രോസിന്, എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്, തോമസ് വഴിയുള്ളവർക്ക്, 12 പേർക്ക്,
7 ശിഷ്യന്മാർക്ക് 500-ലധികം പേർക്ക് ഗലീലായിൽ ഒരു വയൽ വെച്ച്, യാക്കോബിന് ഒലിവുമലയിൽ വെച്ച്, പൗലോസിന് സാധു സന്ദർശങ്ങളിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ഇന്നും പലർക്കും കർത്താവ് പ്രത്യക്ഷപ്പെട്ട ചരിത്രമൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്റ്റേജിന്റെ കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ഇറങ്ങിപ്പോണം, ഉറങ്ങാൻ സമയമായി. അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തെളിയിച്ചു കൊടുത്തു. അതാണ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുന്നത്. യേശു മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു.